സമാധാനത്തിന്റെയും മാനവികതയുടെയും പേരിൽ വത്തിക്കാൻ നടത്തുന്ന ഇടപെടലുകൾ പലപ്പോഴും വൻശക്തികളെപ്പോലും പ്രതിരോധത്തിലാക്കാറുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക-ഇറാൻ-ഇസ്രായേൽ സംഘർഷം കൊടുമ്പിരിക്കൊള്ളുന്ന ഈ വേളയിൽ ലോകം സാക്ഷ്യം വഹിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലിയോ 14 മാർപ്പാപ്പയും തമ്മിലുള്ള വാക്പോരിനാണ്. സമാധാനത്തിനായി മാർപ്പാപ്പ നടത്തിയ ആഹ്വാനം ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ഈ സംഘർഷം വെറുമൊരു വാക്കേട്ടമല്ല, മറിച്ച് ആഗോള നയതന്ത്രത്തിന്റെ പുതിയൊരധ്യായമാണ്. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കണമെന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ലിയോ 14 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികളെയും നാവിക നീക്കങ്ങളെയും സൈനികമായി നേരിടാൻ ഒരുങ്ങിനിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഈ നിലപാട് സ്വീകാര്യമായില്ല. എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ദീർഘമായ പോസ്റ്റിലൂടെ മാർപ്പാപ്പയെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. മാർപ്പാപ്പയുടെ നിലപാട് അമേരിക്കയുടെ വിദേശനയത്തിന് ഭയങ്കരമാണ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. തന്റെ സൈനിക തന്ത്രങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു നീക്കത്തെയും രാഷ്ട്രീയമായി നേരിടുമെന്ന ട്രംപിന്റെ വാശിക്കു മുന്നിൽ മാർപ്പാപ്പ വഴങ്ങിയില്ല. ട്രംപിന്റെ വിമർശനങ്ങൾക്ക് പിന്നാലെ തന്റെ സമാധാന സന്ദേശം കൂടുതൽ കരുത്തോടെ ആവർത്തിച്ചുകൊണ്ട് വത്തിക്കാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. സംഘർഷം മേഖലയിൽ പ്രതിദിനം $435 മില്യൺ നഷ്ടമുണ്ടാക്കുന്നുവെന്നും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാണെന്നും വത്തിക്കാൻ ചൂണ്ടിക്കാട്ടുന്നു. മാർപ്പാപ്പമാർ ആത്മീയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന വാദത്തെ ചരിത്രം പലപ്പോഴും തിരുത്തിയിട്ടുണ്ട്. ലോകത്തെ സ്വാധീനിച്ച പ്രധാന മാർപ്പാപ്പമാരുടെ രാഷ്ട്രീയ ഇടപെടലുകൾ പരിശോധിച്ചാൽ ഇതു വ്യക്തമാകും. 1979 തന്റെ ജന്മനാടായ പോളണ്ട് സന്ദർശിച്ച ജോൺ പോൾ II മാർപ്പാപ്പ നൽകിയ ഭയപ്പെടേണ്ട എന്ന സന്ദേശം കേവലം ആത്മീയമായിരുന്നില്ല. അത് സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രക്ഷോഭത്തിന് തിരികൊളുത്തി. കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസത്തിന്റെ തകർച്ചയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ലൗദാട്ടോ സി എന്ന വിഖ്യാത രേഖയിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെ വിശ്വാസത്തിന്റെ ഭാഗമാക്കി മാറ്റി. കാലാവസ്ഥാ വ്യതിയാനം, കുടിയേറ്റം, ദാരിദ്ര്യം എന്നിവയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ആഗോള മുതലായത്ത വ്യവസ്ഥിതിയെ ഞെട്ടിക്കുന്നതായിരുന്നു. ദരിദ്രരെ ചൂഷണം ചെയ്യുന്ന സാമ്പത്തിക ക്രമങ്ങളെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചു. 2006 ബെനഡിക്ട് 16 മാർപ്പാപ്പ നടത്തിയ ഒരു ചരിത്ര ഉദ്ധരണി ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇത് മുസ്ലിം ലോകവുമായുള്ള വത്തിക്കാന്റെ ബന്ധത്തെ താൽക്കാലികമായി ബാധിച്ചെങ്കിലും നയതന്ത്ര ചർച്ചകളിലൂടെ അദ്ദേഹം ആ സാഹചര്യം പരിഹരിക്കാൻ ശ്രമിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹോളോകോസ്റ്റ് അഥവാ ജൂതവംശഹത്യ നടക്കുമ്പോൾ പയസ് 14 മാർപ്പാപ്പ പുലർത്തിയ മൗനം ഇന്നും വലിയ ചർച്ചാവിഷയമാണ്. അദ്ദേഹം നാസികളെ ഭയന്ന് മിണ്ടാതിരുന്നതാണെന്ന് ചിലർ ആരോപിക്കുമ്പോൾ രഹസ്യമായി ആയിരക്കണക്കിന് ജൂതന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പരസ്യമായ പ്രസ്താവനകൾ ഒഴിവാക്കിയതെന്ന് ചരിത്രകാരന്മാർ വാദിക്കുന്നു. മറുഭാഗത്ത് പോൾ 6 മാർപ്പാപ്പ സമാധാനത്തിനായി ഒരു വ്യവസ്ഥിത മാർഗം തന്നെ ഒരുക്കി. എല്ലാ വർഷവും ജനുവരി 1 ലോക സമാധാന ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് അദ്ദേഹമാണ്. 2003 ഇറാഖ് യുദ്ധസമയത്ത് വത്തിക്കാൻ സ്വീകരിച്ച ശക്തമായ യുദ്ധവിരുദ്ധ നിലപാട് പോൾ 6 പകർന്നു നൽകിയ പാഠങ്ങളുടെ തുടർച്ചയായിരുന്നു. ഇന്ന് ട്രംപും ലിയോ 14 മാർപ്പാപ്പയും തമ്മിലുള്ള പോരാട്ടം ഡിജിറ്റൽ യുഗത്തിലെ പുതിയൊരധികാര തർക്കമാണ്. ഒരു വശത്ത് സൈനിക ശക്തിയും അമേരിക്ക ഫസ്റ്റ് എന്ന നയവും മുറുകെ പിടിക്കുന്ന ട്രംപ്, മറുവശത്ത് ആഗോള സമാധാനവും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന വത്തിക്കാൻ. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളും ഇറാന്റെ ആണവ സ്വപ്നങ്ങളും അമേരിക്കയെ യുദ്ധത്തിലേക്ക് നയിക്കുമ്പോൾ മാർപ്പാപ്പയുടെ ഇടപെടൽ ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ബാധിക്കാനിടയുണ്ട്. കത്തോലിക്ക വോട്ടർമാർക്കിടയിൽ മാർപ്പാപ്പയുടെ വാക്കുകൾക്കുള്ള സ്വാധീനം ട്രംപിന് അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം മാർപ്പാപ്പയെ നേരിടാൻ തീരുമാനിച്ചത്. പോപ്പ് ജോൺ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോൺ 23 മാർപ്പാപ്പ സഭയെ ആധുനിക ലോകവുമായി ബന്ധിപ്പിക്കാനാണ് ശ്രമിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ മാർപ്പാപ്പമാരും ചെയ്യുന്നത്. രാഷ്ട്രീയ അധികാരം കൈയാളുന്ന നേതാക്കൾ പലപ്പോഴും യുദ്ധത്തെ അവരുടെ വിജയമായി കാണുമ്പോൾ സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നത് ലോകത്തിന് അനിവാര്യമാണ്. ട്രംപിന്റെ വിമർശനങ്ങൾക്കിടയിലും ലിയോ 14 മാർപ്പാപ്പ ഉയർത്തുന്ന സമാധാന സന്ദേശം വെടിയുണ്ടകളെക്കാൾ കരുത്തുള്ളതാണെന്ന് കാലം തെളിയിച്ചേക്കാം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ ട്രോളുകൾക്കും പോസ്റ്റുകൾക്കുമപ്പുറം മനുഷ്യജീവന്റെ വിലയാണ് വലിയ നയതന്ത്രമെന്ന് വത്തിക്കാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.